നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള കോൺഗ്രസിന്റെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക അങ്ങനെ തയ്യാറായിരിക്കുകയാണ്. 50 സ്ഥാനാർത്ഥികളുടെ ഒരു ലിസ്റ്റാണ് ഇപ്പോൾ അന്തിമമായിട്ട് തയ്യാറായിരിക്കുന്നത്. ഈ പറയുന്ന 50 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് സംസ്ഥാന നേതൃത്വം സ്ക്രീനിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ കൂടിയായിട്ടുള്ള മൗസൂൻ മിസ്ത്രിക്ക് കൈമാറിയിട്ടുണ്ട്. ഈ 50 മണ്ഡലങ്ങളിലും ഒറ്റ പേര് മാത്രമാണ് വന്നിരിക്കുന്നത്. അത്തരത്തിലുള്ള ഒന്നിലധികം പേരുകളില്ലാത്ത ഒരു പേര് മാത്രം ഉയർന്നു വന്നിട്ടുള്ള 50 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളുടെ പട്ടികയാണ് കൈമാറിയിരിക്കുന്നത്. അത് എപ്പോൾ വേണമെങ്കിലും പ്രഖ്യാപിക്കാൻ സന്നദ്ധമാണെന്ന് ഇന്നലെ ഡൽഹിയിൽ ഹൈക്കമാൻഡുമായി ചർച്ച നടത്തിയ ശേഷം KPCC അധ്യക്ഷൻ സണ്ണി ജോസഫും പ്രതിപക്ഷ നേതാവ് VD സതീശനും വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ പറയുന്നത് പോലെ ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രഖ്യാപനം വൈകുന്നത് കൊണ്ടാണ് തങ്ങളുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനവും വൈകുന്നത് എന്ന് നേതൃത്വം ചൂണ്ടിക്കാട്ടുന്നു. കാരണം സ്ഥാനാർത്ഥികളെ മുൻകൂട്ടി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അത് പലതരത്തിൽ സാമ്പത്തികമായിട്ടും ഒപ്പം തന്നെ ശാരീരികമായിട്ടുമുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. നേരത്തെ പ്രചരണം തുടങ്ങിയാൽ അത് കൂടുതൽ സാമ്പത്തികം ചെലവ് വരുത്തിവെക്കും. മാത്രവുമല്ല, നേരത്തെ തന്നെ പ്രചരണം തുടങ്ങിക്കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ സ്ഥാനാർത്ഥികൾ ശാരീരികമായിട്ട് ക്ഷീണിക്കുന്ന അവശരാകുന്ന അവസ്ഥയിലേക്ക് പോവുകയും ചെയ്യും. അതൊക്കെ തന്നെ കണക്കിലെടുത്തുകൊണ്ടാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം തങ്ങൾ വൈകിക്കുന്നത് എന്ന് VD സതീശൻ വ്യക്തമാക്കുന്നു. അതേസമയം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അന്ന് വൈകിട്ട് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ തങ്ങൾ സന്നദ്ധമാണ് എന്ന് സതീശൻ വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും ഈ 50 പേരുടെ പട്ടികയിലേക്ക് നമ്മൾ വരുമ്പോൾ അതിൽ ആദ്യത്തെ ഒരു ഘട്ടം എന്ന് പറയുന്നത് അത് നിലവിലെ സിറ്റിംഗ് MLA മാർ തന്നെയാണ്. കോൺഗ്രസിനെ സംബന്ധിച്ച് നിലവിൽ 22 സിറ്റിംഗ് MLA മാരാണുള്ളത്. അതിൽ 2 മണ്ഡലങ്ങളിൽ സിറ്റിംഗ് MLA മാർക്ക് സീറ്റില്ല. അതൊന്ന് പാലക്കാടും മറ്റൊന്ന് തൃപ്പൂണിത്തുറയുമാണ്. പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിലെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയതിന്റെ പശ്ചാത്തലത്തിലാണ് ഒരു പ്രതിസന്ധി വന്നതെങ്കിൽ തൃപ്പൂണിത്തുറയിൽ നിലവിലെ സിറ്റിംഗ് MLA K ബാബു ഇനി മത്സരിക്കാൻ താനില്ല എന്ന തീരുമാനം പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ബാക്കി 20 മണ്ഡലങ്ങളിലും കോൺഗ്രസിന്റെ സിറ്റിംഗ് MLA മാർ തന്നെ മത്സരിക്കും. തിരുവനന്തപുരം കോവളത്ത് വിൻസെന്റ്, ഒപ്പം തന്നെ കൊല്ലത്തേക്ക് വന്നാൽ കുണ്ടറയിൽ PC വിഷ്ണുനാഥ്, ഒപ്പം തന്നെ കരുനാഗപ്പള്ളിയിൽ CR മഹേഷ്. പത്തനംതിട്ടയിൽ കോൺഗ്രസിന് സീറ്റൊന്നും തന്നെ ഇല്ല. ആലപ്പുഴ ഹരിപ്പാട് രമേശ് ചെന്നിത്തല മത്സരിക്കും. കോട്ടയം മണ്ഡലത്തിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും മത്സരിക്കും. എറണാകുളത്തേക്ക് വന്നാൽ തൃക്കാക്കരയിൽ ഉമാ തോമസ്, എറണാകുളത്ത് TJ വിനോദ്, പെരുമ്പാവൂരിൽ എൽദോസ് കുന്നപ്പള്ളി, അങ്കമാലിയിൽ റോജി M ജോണ്, ഒപ്പം തന്നെ ആലുവയിൽ അൻവർ സാദത്ത്, പറവൂരിൽ VD സതീശൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ മത്സരിക്കും. തൃശ്ശൂരിൽ ചാലക്കുടിയാണ്, അവിടെ സനീഷ് കുമാർ ജോസഫ് മത്സരിക്കും. മലപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ വണ്ടൂരിൽ AP അനിൽകുമാർ, ഒപ്പം തന്നെ നിലമ്പൂരിൽ ആര്യടൻ ഷൗക്കത്ത്, വയനാട്ടിൽ IC ബാലകൃഷ്ണൻ, കൽപ്പറ്റയിൽ T സിദ്ദിഖ്. അത്തരത്തിലുള്ള നേതാക്കളെല്ലാം തന്നെ വീണ്ടും മത്സരിക്കാനുള്ള തീരുമാനം, അതായത് സിറ്റിംഗ് MLA മാര് മത്സരിക്കുമെന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ പറയുന്നത് പോലെ ഒറ്റ പേരുകൾ മാത്രം ഉയർന്ന ചില മണ്ഡലങ്ങളുണ്ട്. അതായത് അവിടെ തർക്കങ്ങളൊന്നുമില്ലാത്ത മണ്ഡലങ്ങളാണ്. ഇതിനോടകം തന്നെ സീറ്റുകൾ ഉറപ്പിച്ചിട്ടുള്ള ചില സ്ഥാനാർത്ഥികളാണ്. അതിലൊന്ന് തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ N ശക്തൻ, തിരുവനന്തപുരം ജില്ലയിലെ നിലവിലെ DCC അധ്യക്ഷനാണ്. N ശക്തനുണ്ട്. ഒപ്പം തന്നെ വട്ടിയൂർക്കാവിൽ K മുരളീധരനുണ്ട്. കൊല്ലത്തേക്ക് വന്നാൽ കൊല്ലം മണ്ഡലത്തിൽ ബിന്ദു കൃഷ്ണയും, പത്തനാപുരത്ത് ജ്യോതികുമാർ ചാമക്കാലയും, കൊട്ടാരക്കരയിൽ ഐഷ പോറ്റിയും സീറ്റ് ഉറപ്പിക്കുന്നു. പത്തനംതിട്ടയിലെ ആറന്മുളയിൽ അബിൻ വർക്കിയുടെ പേരാണ് ഉള്ളത്. ഒപ്പം തന്നെ ഈ പറയുന്നത് പോലെ കൊടുങ്ങല്ലൂർ, തൃശ്ശൂർ കൊടുങ്ങല്ലൂരിലെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ മത്സരിക്കുമെന്ന കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട്. അങ്ങനെ അത്തരത്തിൽ ചില മണ്ഡലങ്ങൾ, ഒപ്പം പാലക്കാട് തൃത്താലയിൽ VT ബൽറാം, തൃശ്ശൂരിലെ മണലൂരിൽ TN പ്രതാപൻ ഉൾപ്പെടെയുള്ള നേതാക്കളുടെ പേരുകൾ ഒറ്റ പേരായിട്ടാണ് അവിടെ വന്നിരിക്കുന്നത്. അങ്ങനെ ഒരു പിടി മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളുടെ ഏകദേശ ധാരണയായിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ സംവരണ മണ്ഡലങ്ങളിലാണ്. സംവരണ മണ്ഡലങ്ങളിലും ഒരു വിധം സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയായിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള 50 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളുടെ ഒരു അന്തിമ പട്ടികയാണ് ഇപ്പോൾ തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. അത് ഉടൻ തന്നെ പ്രഖ്യാപിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. തൃപ്പൂണിത്തുറയിലേക്ക് വരുമ്പോൾ തൃപ്പൂണിത്തുറയിൽ പല പേരുകൾ കേൾക്കുന്നുണ്ട്. കാരണം സിറ്റിംഗ് MLA മാറി നിൽക്കുന്നത് കൊണ്ട് തന്നെ തൃപ്പൂണിത്തുറയിൽ ആരെ ഇറക്കണം എന്നതാണ് കോൺഗ്രസിന്റെ ഒരു ചോദ്യം. അവിടെ M ലിജുവിന്റെ പേര് പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഒപ്പം തന്നെ രാജു P നായരുടെ പേര് പറഞ്ഞു കേൾക്കുന്നുണ്ട്. അതിൽ ഏതെങ്കിലും ഒരു പേരിനാകാനാണ് സാധ്യത. മറ്റ് ഒരു മണ്ഡലം എന്ന് പറയുന്നത് ഏറെ ആകാംക്ഷയോടെ നോക്കുന്നത് പാലക്കാട് മണ്ഡലമാണ്. 2011 മുതൽ കോൺഗ്രസ് തുടർച്ചയായിട്ട് ജയിക്കുന്ന മണ്ഡലമാണ് പാലക്കാട്. ഷാഫി പറമ്പിലായിരുന്നു അവിടെ MLA. അദ്ദേഹം ലോക്സഭയിലേക്ക് പോയപ്പോൾ അവിടെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയും രാഹുൽ മാങ്കൂട്ടത്തിൽ വലിയ ഭൂരിപക്ഷത്തിന് വിജയിച്ച് MLA ആവുകയും ചെയ്തതാണ്. ആ മണ്ഡലം നിലനിർത്താൻ ആരെ ഇറക്കണം എന്നുള്ള ചോദ്യത്തിന് ഏറ്റവും ഒടുവിൽ ഉത്തരം വന്ന് നിൽക്കുന്നത് കോൺഗ്രസിന്റെ സഹചാരിയും സിനിമാ നടനുമായിട്ടുള്ള രമേഷ് പിഷാരടിയുടെ പേരിലേക്കാണ്.
രമേഷ് പിഷാരടി അവിടെ മത്സരിച്ചാൽ വിജയം ഉറപ്പാണ് എന്ന് ജില്ലാ നേതൃത്വവും പാർട്ടി നേതൃത്വവും കരുതുന്നുണ്ട്. നേരത്തെ കെ മുരളീധരന്റെ പേര് പാലക്കാടേക്ക് ഉയർന്നു കേട്ടെങ്കിലും അദ്ദേഹം താൻ വട്ടിയൂർക്കാവിൽ മാത്രമേ മത്സരിക്കുന്നുള്ളൂ എന്നൊരു നിലപാട് സ്വീകരിക്കുകയായിരുന്നു. അതോടുകൂടി പാലക്കാട് കെ മുരളീധരൻ ഇല്ല എന്ന് ഉറപ്പിച്ചു. അങ്ങനെ വന്നപ്പോൾ പിന്നീട് അടുത്തത് ആര് എന്നൊരു ചോദ്യം ഉയർന്നപ്പോഴാണ് രമേഷ് പിഷാരടിയുടെ പേര് അവിടെ ഉയർന്നു കേട്ടത്. അടുത്തിടയ്ക്ക് സിവിൽ സർവീസിൽ നിന്ന് രാജിവെച്ച് കോൺഗ്രസിലേക്ക് വന്ന കണ്ണൻ ഗോപിനാഥന്റെ പേരും പറഞ്ഞു കേട്ടിരുന്നുവെങ്കിലും കൂടുതൽ ജനകീയനായിട്ടുള്ള അല്ലെങ്കിൽ കൂടുതൽ കോൺഗ്രസുമായിട്ട് ഏറെക്കാലമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കുന്ന കോൺഗ്രസ്സുകാരനെന്ന് തുറന്നു പറഞ്ഞുകൊണ്ട് കോൺഗ്രസിന്റെ എല്ലാ വേദികളിലെയും സജീവ സാന്നിധ്യമായിട്ടുള്ള കോൺഗ്രസിന്റെ ഒരു മുഖമായിട്ട് മാറിയിട്ടുള്ള ഒരു നേതാവാണ്. അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളിലൊക്കെ തന്നെ അദ്ദേഹം താൻ കോൺഗ്രസ്സുകാരനാണെന്ന് പറയുകയും കോൺഗ്രസിന് വേണ്ടിയിട്ട് ശക്തിയുക്തം വാദിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, ഒരു നടനാണ് ഈ പറയുന്നത് പോലെ രമേഷ് പിഷാരടി. രമേഷ് പിഷാരടിയെ പാലക്കാട് മണ്ഡലത്തിൽ ഇറക്കുകയാണെങ്കിൽ അവിടെ ആ മണ്ഡലം ശക്തമായ പോരാട്ടം നടക്കുന്ന ഒരു മണ്ഡലമാണ്. കാരണം BJPക്ക് അവിടെ സ്വാധീനമുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ മികച്ച ഭൂരിപക്ഷത്തോടു കൂടി UDF ആ സീറ്റ് നിലനിർത്താൻ രമേഷ് പിഷാരടിയുടെ സ്ഥാനാർത്ഥിത്വം വഴി കഴിയും എന്ന നേതൃത്വം വിലയിരുത്തുന്നു. അങ്ങനെയെങ്കിൽ രമേഷ് പിഷാരടി പാലക്കാട് മത്സരത്തിനിറങ്ങും എന്നത് ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട്. അത്തരത്തിലുള്ള പല സർപ്രൈസുകളും ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഉണ്ടാകും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കോട്ടയം ജില്ലയിലെ വൈക്കം അത് സംവരണ മണ്ഡലമാണ്. അവിടെ പ്രമുഖ ദളിത് നിരീക്ഷകനും എഴുത്തുകാരനുമൊക്കെ ആയിട്ടുള്ള സണ്ണിയം കബിക്കാടിന്റെ പേര് പറഞ്ഞു കേൾക്കുന്നുണ്ട്. അദ്ദേഹവും അതിനോട് സമ്മതിച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്തരത്തിലുള്ള പല സർപ്രൈസുകളും ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും. മറ്റൊരു മണ്ഡലം എന്ന് പറയുന്നത് കോഴിക്കോട് ജില്ലയിലെ ബേപ്പൂരാണ്. അവിടെ UDF സഹകരിച്ച് പ്രവർത്തിക്കുന്ന തൃണമൂൽ കോൺഗ്രസിന്റെ PV അൻവർ മത്സരിക്കുമെന്ന് ഉറപ്പായിട്ടുണ്ട്. UDF അൻവറിന് ആ സീറ്റ് അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്. കണ്ണൂരിലെ ചില മണ്ഡലങ്ങളിലും പറയുന്നത് പോലെ പേരുകൾ ഉറപ്പായിട്ടുണ്ട്. അത്തരത്തിൽ 50 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളുടെ ഒരു പട്ടിക ഇതിനോടകം തന്നെ കോൺഗ്രസ് തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ പ്രഖ്യാപനം വരുന്ന ദിവസങ്ങളിൽ എത്രയും പെട്ടെന്ന് തന്നെ ഉണ്ടാകുമെന്നാണ് സംസ്ഥാന നേതൃത്വം ചൂണ്ടിക്കാട്ടുന്നത്. KPCC അധ്യക്ഷൻ തന്നെ പറഞ്ഞത് VD സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്ര മാർച്ച് 6-നാണ് തിരുവനന്തപുരത്ത് സമാപിക്കുന്നത്. അത് കഴിഞ്ഞാൽ ഉടൻ തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം, ആദ്യഘട്ട സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് KPCC അധ്യക്ഷൻ വ്യക്തമാക്കിയത്. അങ്ങനെയെങ്കിൽ മാർച്ച് 6-ാം തീയതി കഴിഞ്ഞാൽ ആദ്യ 10-നകത്ത് തന്നെ 50 സ്ഥാനാർത്ഥികളുടെ പട്ടിക കോൺഗ്രസ് പ്രഖ്യാപിക്കും. അതോടുകൂടി കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ മൂർധന്യത്തിലേക്ക് എത്തും. ഈ 50 പേർക്കും മണ്ഡലങ്ങളിൽ കൂടുതൽ സമയം പ്രചരണത്തിനായിട്ട് ലഭിക്കുമെന്നതും വളരെ നിർണായകമായിട്ടുള്ള ഒരു കാര്യമാണ്.